വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ക്ലാസ് അല്ല, മീൻസ് നോട്ടോ ക്ലാസ് അല്ല. LDC അല്ലെങ്കിൽ LGS, BFA ഒക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാകും. അവർ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന സ്റ്റുഡൻസ് ആവാം, കോച്ചിങ്ങിനൊന്നും പോകാൻ ഇതില്ലാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കാം, വീട്ടിലിരുന്ന് പുറത്തു പോയി പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അങ്ങനെയുള്ളവരായിരിക്കാം. അപ്പോൾ LDS, LGS, BFA അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ? അപ്പോൾ ഡേറ്റൊക്കെ വരുന്നത്, പ്രിലിംസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കുമല്ലോ. എക്സാം ഡിസംബർ അടുത്തേ കാണുള്ളല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് പഠിക്കണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ LDC, LGS, BFA പഠിച്ചു തുടങ്ങണമെന്ന് ഒരു സംശയവും വേണ്ട. നിങ്ങളിപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇനി വരുന്ന LGSലോ LDCലോ BFAയിലോ ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല റാങ്ക് നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. അതിന് ഞാൻ ഈ പറയുന്ന 4 പഠനതന്ത്രങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഗുണമാണോ നോക്കുക. ഞാനും ഈ ക്രമത്തിലാണ് പഠിക്കുന്നത്. എനിക്ക് ഗുണമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ തവണ വുമൺസ് സിവിൽ പോയി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കും ഇത് ഉപകരിക്കും. ഞാനും ഒരു PSC സ്റ്റുഡൻ്റാണ്. എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടീനെ വെച്ച് അത്യാവശ്യം വീട്ടുകാര്യങ്ങളും ചെയ്ത് ഒരു വഴക്കാളിയായി ഒരു കുഞ്ഞു കുട്ടീനെ വെച്ചിട്ടാണ് ഞാൻ പോർഷൻസ് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങണമെന്ന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ തീർച്ചയായും പഠിച്ചു തുടങ്ങണം. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം. ഇനി സമയമില്ല. ഇപ്പം പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ റൂളാണ് കളക്ട് ദ സിലബസ്. നിങ്ങൾ ഒരു സിലബസ് കണക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ പ്രിലിംസിനും LGSനും ഒക്കെ വലിയ ഡിഫറൻസ് ഇല്ലാത്ത സിലബസാണ്. ആദ്യം ഒരു സിലബസ് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ സിലബസ് നന്നായി നോക്കുക. ആ സിലബസ് അങ്ങനെ തന്നെ നമുക്ക് മൊത്തം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാമെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കണം. പക്ഷേ സിലബസ് മൊത്തം ഒരു ഗൈഡ് ഫുള്ള്, അല്ലെങ്കിൽ ഒരു 3-4 ഗൈഡ് ഫുള്ള് പഠിച്ച് തീർക്കാനുള്ള ടൈമും നമുക്കില്ല. അത്രയൊന്നും നമ്മുടെ തലയിൽ നിൽക്കുകയില്ല. നമുക്കൊരു കപ്പാസിറ്റി അനുസരിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതായത് GK ഒക്കെ എവിടെ നിന്ന് എങ്ങനെ ചോദിക്കൂ എന്നുള്ളത് കണ്ടുപിടിച്ച് പഠിക്കുക എന്നല്ലാതെ ഒരു സിലബസ് മൊത്തം വിഴുങ്ങുക, കറണ്ട് അഫയേഴ്സ് മൊത്തം വിഴുങ്ങുക എന്നൊക്കെ ഉള്ളത്. നമുക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം. അത് മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെയാണ്. അത് നമുക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് GK ഒന്നും നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കില്ല. അപ്പം ആദ്യം സിലബസ് എടുക്കുക. സിലബസ് എടുത്ത് ആദ്യം പ്രിലിംസിൻ്റെയും പിന്നെ LDCയുടെ BFAയുടെ ഒരെണ്ണമാണ്, LGSൻ്റെയും പ്രിലിംസിൻ്റെയും ഒരെണ്ണമാണ്. അപ്പം ആ സിലബസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് അത് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ്, എത്ര മാർക്കിന്, ഏതൊക്കെ ഇതിൻ്റെ ഏതൊക്കെ വിഷയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെ നോക്കുക, പഠിക്കുക. നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിക്കുക എന്നല്ല, പഠിച്ചു നോക്കുക. അപ്പോൾ സിലബസ് എടുക്കുക. സിലബസ് ആദ്യമൊക്കെ എല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് ഇനി പറയുന്ന 2 റൂൾ. അതിൽ ഒന്നാമത്തെ റൂളാണ് 18-20 റൂൾ. 80-20 റൂൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷയിൽ 80% ക്വസ്റ്റ്യൻസ് വരുന്ന സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒരു പരീക്ഷയിലെ 80% ക്വസ്റ്റ്യൻസ് വരുന്നത് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 പോർഷൻസിൽ നിന്നാണ്. ആ പോർഷൻ കണ്ടുപിടിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ചില വിഷയങ്ങൾക്ക് എപ്പോഴും ഒരു സബ്ജക്റ്റിൽ നിന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടന, അമെൻമെൻറ്റ്സ്, ആർട്ടിക്കിൾസ്, പിന്നെ ആമുഖം, കോത്താരി കമ്മീഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളിൽ നിന്ന് ചോദിക്കും. എക്കണോമിക്സിൽ നിന്നാണെങ്കിലും പഞ്ചവത്സര പദ്ധതികളിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാത്സിൽ നിന്നാണെങ്കിൽ ഒരു ബോർഡ് മാസ് ഉറപ്പാണ്. ബോർഡ് മാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 1, 2, 3 ചോദിക്കുന്നുണ്ടാകും. മാത്സ് പിന്നെ ഒരു പോർഷനാണ്, അത് കവർ ചെയ്താൽ നമുക്ക് കിട്ടും. അതേപോലെ ഓരോ ഇതിനും ഒരു കോർ ഏരിയ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിനും ഒരു കോർ ഉണ്ടായിരിക്കും. ബയോളജിക്കാണെങ്കിലും
കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മാത്സിന്, ഇംഗ്ലീഷിന് അങ്ങനെയൊക്കെ ഒരു കോർ ഏരിയാസ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് ആ ക്വസ്റ്റ്യൻസ് തറവ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് ആ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ കോർ ഏരിയാസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 5 വർഷം പുറകിലേക്കുള്ള, 5 വർഷമായുള്ളല്ലോ നമ്മുടെ PSCയുടെ പാറ്റേൺ മാറിയിട്ട്. അപ്പോൾ 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കോർ ഏരിയാസ് ഏകദേശം കിട്ടും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്യണം. അപ്പം നമുക്ക് പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഇത് കണ്ടോ, നമുക്കിപ്പം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്നുള്ള ക്വസ്റ്റ്യൻസ്, പഠനം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് തരിക. അതിപ്പം കാർഡിയോളജി, ഫ്രിനോളജി, ന്യൂറോളജി, ഓങ്കോളജി, അങ്ങനെ 4 ഓപ്ഷൻസ് തരിക. അപ്പം നമ്മൾ ആ ഓപ്ഷൻസ് എടുത്തിട്ട് ഈ ശരീരത്തിനെ കുറിച്ച് പഠനവും ശരീരവുമായി ബന്ധപ്പെട്ടുള്ള പഠനവും കൂടി കഴിയുമ്പോൾ നമുക്ക് അത് തറവാക്കിയ ഏത് ശരീരഭാഗത്ത് ബന്ധപ്പെട്ട പഠനത്തെക്കുറിച്ചും ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടും. നമുക്കത് തറവാ. അപ്പോൾ ആ ഒരു പോർഷൻസ് നമുക്ക് കവറായി പോകും. സിലബസിലെ ആ ഒരു പോർഷൻസ്, ബയോളജിയിലെ ആ ഒരു പോർഷൻ കവറാവും. അപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതെടുത്ത് കുറേ സംഭവം പഠിക്കുന്നതിനും ഇതേപോലെ ഷോർട്ടാക്കി. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട്, ഇങ്ങനെ ഇപ്പം ഞാൻ ഈ എഴുതിയേക്കുന്നത് പോലെ നോട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പഠനം, ശരീരവുമായി ബന്ധപ്പെട്ട ഭാഗം എന്നും പറഞ്ഞ് അതൊരു പട്ടികയാക്കി വെക്കുക. അതൊരു ഗുണമാണ്. പട്ടികയാക്കി വെക്കുമ്പോൾ അങ്ങനെ കുറേ കിട്ടും. പട്ടികയാക്കി വെക്കാൻ പറ്റുന്ന അങ്ങനെയാക്കുക. ഭയങ്കര ഷോർട്ടാക്കി മാക്സിമം റിവൈസ് ചെയ്യണം. ഇതിപ്പോൾ കണ്ടോ, ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നു. അപ്പം ഇതിൽ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടന, വാഗ്ഭടാനന്ദൻ എൻ്റെ സംഘടന, അങ്ങനെ കുറേ ഇങ്ങനെ, അതായത് നവോത്ഥാനത്തിലെ കുറേ പോർഷൻസ്, 4 നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ 4 നവോത്ഥാന നായകന്മാരെ പഠിക്കും. അങ്ങനെ പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പോർഷൻസ് തീരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരു സബ്ജക്റ്റ് തന്നെ എടുത്ത് വെച്ച് പഠിക്കുന്നതിൻ്റെ ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുമ്പോൾ. അങ്ങനെയാകുമ്പോൾ നമുക്ക് സിലബസ് കുറേയൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സിലബസ് എടുത്ത് വെച്ച് കവർ ചെയ്ത് ഒരു ബുക്ക് എടുത്ത് വെച്ച് കവർ ചെയ്ത് ആ ഒരു പോർഷൻ തീർന്നിട്ട് അടുത്ത പോർഷനിൽ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഓരോ പോർഷൻസും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് ശാശ്വതമാണ്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബുക്ക് അടച്ചു വെച്ചിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ പേജ് ബൈ പേജ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉറപ്പ് വരുത്തുക. അത്രയും നമുക്ക് ഓർമ്മയുണ്ട്. ആ സംഭവങ്ങൾ ഞാൻ പഠിച്ച കേസ് തറവാണെന്നുള്ള കേസ് നമ്മൾ സ്വയം ഉറപ്പ് വരുത്തുക. നമ്മൾ ചുമ്മാ ഒരു എക്സാമിനോ അല്ലെങ്കിൽ വേറെയുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ല. നമ്മളൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച് പഠിക്കുമ്പോൾ അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു പേജ്, നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനെ ഒരു ദിവസം പഠിക്കാൻ നമുക്ക് ചില ദിവസം പറ്റിയുള്ളൂ എന്ന് വിചാരിക്കുക. ആ ഒരു പോർഷൻ പഠിച്ചാൽ മതി. പക്ഷെ ആ ഒരു പോർഷൻ നമ്മൾ ആ ബുക്ക് അടച്ചു വെക്കുമ്പോൾ നമുക്ക് മനസ്സിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ മാർക്ക് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം അത് ആ പേജ് നമ്മൾ ഉറപ്പായും പഠിച്ചു, എനിക്ക് ആ പേജ് ഉറപ്പാണ്, ആ പേജ് ഇതിലെ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുള്ള കാര്യം സ്വയം നമ്മുടെ മനസാക്ഷിയെ ഉറപ്പ് വരുത്തുക. പിന്നെ എല്ലാ ശനി ഞായറും ഒരു പുതിയ പോർഷൻ പഠിക്കാതെ ഒരാഴ്ച പഠിച്ചതെന്തോ അത് റിവൈസ് ചെയ്യുക. അല്ലാതെ പുതിയ പോർഷൻസ് പഠിക്കാൻ പോകാതെ അത് റിവൈസ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതും നിർബന്ധമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. അതിന് ഓരോ OMR ബുക്ക് മേടിക്കുക എന്നുള്ളത് നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് OMR ബുക്കൊക്കെ കിട്ടും. ഓരോ OMR ബുക്ക് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും ഉപകാരപ്രദമുള്ള മെത്തേഡ്. മാക്സിമം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നോ അത്രയും നമുക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള കേസ് ഉറപ്പാണ്. അപ്പോൾ ഈ മെത്തേഡൊക്കെ വെച്ചിട്ട് ഒന്ന് പഠിച്ച് നോക്കുക. അപ്പോൾ
ഇനി LDC അല്ലെങ്കിൽ LGS VFA ഒന്നും ഇപ്പം തുടങ്ങണമെന്നുള്ള സംശയമില്ലല്ലോ. ഇപ്പം തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ വരുന്ന LGSോ LDCയോ VFAയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിലൊരു ജോലി മേടിക്കാൻ കഴിയും. അത് എൻ്റെ ഉറപ്പ്. അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അത്യാവശ്യം നല്ല നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഞാൻ ആ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടുള്ള നോട്ട്സും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ മെത്തേഡുകളൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇനിയും അങ്ങനെ തന്നെ നോട്ട്സ് ഇടാൻ നോക്കാം. ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഇപ്പോൾ പഠിക്കുന്നത്. അല്ലാതെ നോട്ട്സ് ഞാൻ ഇടുന്നുണ്ട്, ഓരോ പോർഷൻസായിട്ടും നോട്ട്സ് ഇടുന്നുണ്ട്. അതുകൂടാതെ SCERT ചാപ്റ്റേഴ്സ് നോക്കണം കേട്ടോ. SCERT ചാപ്റ്റേഴ്സ് നമ്മൾ മസ്റ്റായിട്ടും കവർ ചെയ്യേണ്ടതാണ്. അതും ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ SCERT ചാപ്റ്റേഴ്സും കവറായി പോകണം. SCERT ചാപ്റ്റർ വേണമെങ്കിൽ 5ാമത്തെ ഒരു ഇതായിട്ട് ഞാൻ പറയാം. SCERT ചാപ്റ്റേഴ്സ് നമ്മൾ SCERT ചാപ്റ്റേഴ്സ് മൊത്തം കവർ ചെയ്യുക, മാക്സിമം കവർ ചെയ്യുക. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിൻ്റെ ഏതൊക്കെയാണ്, ഇന്ന വിഷയങ്ങൾക്ക് ഇന്ന സംഭവമാണെന്ന് ഞാൻ ഇടാം, വിഷയമില്ല. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇനി അപ്പോൾ ഉപകാരമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.